പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബിനിയിലേക്ക് സ്വാഗതം. പെറ്റ് ഓണേഴ്സ്, എസ്പെഷ്യലി ഡോഗ് ഓണേഴ്സിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡോഗ്സിലെ ഇയർ ഇൻഫെക്ഷൻ. സയൻറ്റിഫിക്കായിട്ട് അല്ല മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നാണ് ഞങ്ങൾ വെറ്റിനറി ഡോക്ടർമാർ ഇതിനെ പറയാറുള്ളത്. പലപ്പോഴും ഡോഗ് ഓണേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഒപ്പം ഡോഗിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇയർ ഇൻഫെക്ഷൻ. പലപ്പോഴും നമ്മുടെ നായ്ക്കൾ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സ് അസാധാരണമായി ശക്തിയോടെ തലയാട്ടുക, കൈയോ കാലോ ഉപയോഗിച്ച് ചൊറിയുക, ചെവിയിൽ ചൊറിയുക, ചെവിയുടെ അടിഭാഗം നീര് വെച്ച് വീർക്കുക, ഇയർ കനാൽ ചുവപ്പ് നിറത്തിലാക്കുക, ചെവിയിൽ നിന്നും ബാഡ് ഓഡർ അല്ലെങ്കിൽ ദുർഗന്ധം വരിക, അതുപോലെ ചെവിയിൽ നിന്നും ബ്രൗൺ കളറിലോ യെല്ലോയിഷ് കളറിലോ ബ്ലാക്ക് കളറിലോ ഡിസ്ചാർജ് ഉണ്ടാവുക, നമ്മുടെ ഡോഗിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് തല ഒരു വശത്തേക്ക് ചരിച്ച് പിടിക്കുക, അതിൻ്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഇയർ ഇൻഫെക്ഷൻ്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇയർ ഇൻഫെക്ഷൻ ഡോഗ്സിലുണ്ടാവുക? അതിൻ്റെ കാരണം നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു അണുബാധയാണ്. ഇത് ബാക്ടീരിയ മൂലം ഇത്തരത്തിലുള്ള ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഈസ്റ്റ് മൂലം ഇത്തരത്തിലുള്ള ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമാണ് പലപ്പോഴും ഉണ്ടാവുന്ന അലർജികൾ. അതായത് ഫുഡിൽ നിന്നുണ്ടാവുന്ന അലർജി അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിൽ നിന്നും ഈ ആനിമൽ അക്വയർ ചെയ്യുന്ന അലർജി തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ ഇയർ ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ, ഇത്തരം അലർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോളൻസ് അല്ലെ പൂമ്പൊടികൾ പലപ്പോഴും നായ്ക്കളുടെ ചെവിക്കുള്ളിൽ കടന്നാൽ അത് ഒരു അലർജനായി പ്രവർത്തിച്ച് അവകൾക്ക് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും പപ്പീസിലും ഔട്ട്ഡോറിലൊക്കെ ഗെയിംസ് അല്ലെ ഔട്ട്ഡോറിൽ കൂടുതൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന നായകൾക്കുമൊക്കെ ഉണ്ടാകുന്ന ഇയർ ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇയർ മൈറ്റ്സ് ആണ്. ഇത് കൂടാതെ പുറമേ നിന്നുള്ള, പുറത്തൊക്കെ കളിക്കാൻ പോകുന്ന നായ്ക്കൾക്ക് പലപ്പോഴും ചെവിക്കകത്തേക്ക് കയറുന്ന ഗ്രാസിൻ്റെയൊക്കെ സീഡ്സ്, നമ്മുടെ പലതരം പുൽച്ചെടികളുടെ വിത്തുകൾ, മറ്റ് ഫോറിൻ ബോഡീസ്, ഇതെല്ലാം ഇയർ ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. ചില ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇതൊക്കെയും ഇത്തരത്തിലുള്ള ഇയർ ഇൻഫെക്ഷന് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു വെറ്റിനറിയൻ്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ വെറ്റിനറിയനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത്. ഈ രോഗലക്ഷണങ്ങളിൽ നിന്നും തന്നെ പ്രാഥമികമായി അദ്ദേഹത്തിന് ഈ രോഗം ഇന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. കൂടുതൽ പരിശോധനകൾ അല്ലെങ്കിൽ ഡയഗ്നോസിസിന് വേണ്ടി പലപ്പോഴും വെറ്റിനറിയന് ഒരു ഓട്ടോസ്കോപ്പ് ഉപയോഗിക്കേണ്ടതായും വരും. ഓട്ടോസ്കോപ്പ് ഉപയോഗിച്ച് രോഗത്തിനുള്ള കാരണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയർ ഉൾപ്പെടെ അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും രോഗഹേതുവിനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും കഴിയുന്നതാണ്. ചില അവസരങ്ങളിൽ ഇയറിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ടെസ്റ്റുകൾക്ക്, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റുകൾക്കും ഒക്കെ വിധേയമാക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ എന്ത് കാരണം കൊണ്ടാണോ രോഗമുണ്ടാകുന്നത്, ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പലപ്പോഴും ചികിത്സ നൽകുക. ഒരു ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് മൂലമുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ഇയർ ഡ്രോപ്സ് ആയിരിക്കും സാധാരണ യൂസ് ചെയ്യാറ്. ആൻറ്റി ബാക്ടീരിയൽ, നമുക്കറിയാം പല ഹ്യൂമൻ മെഡിസിനിൽ ഉപയോഗിക്കുന്ന പല ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ്സും നമ്മൾ ഇയർ ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈസ്റ്റ് പോലുള്ള ഓർഗാനിസം കൊണ്ടാണ് ഈ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ ആൻറ്റി ഫംഗൽ ഇയർ ഡ്രോപ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം നമുക്കറിയാം, കാൻഡിഡ് ഇയർ ഡ്രോപ്സ് ഇത്തരത്തിലുള്ള ഈസ്റ്റ് മൂലമുള്ള ഇയർ ഇൻഫെക്ഷന് വളരെ ഇഫക്റ്റീവാണ്.
ചിലപ്പോൾ കണ്ടീഷൻ കുറച്ചുകൂടെ സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൂടി നൽകേണ്ടി വരും. അതായത് ഗുളിക രൂപത്തിലോ സിറപ്പ് രൂപത്തിലോ കൂടി ഇത്തരത്തിലുള്ള ടോപ്പിക്കൽ അല്ലെങ്കിൽ ചെവിയിലുള്ള ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ടാബ്ലറ്റ്സുകളോ സിറപ്പുകളോ ആൻറ്റിബയോട്ടിക്കിൻ്റേത് പലപ്പോഴും നമ്മുടെ നായ്ക്കൾക്ക് നൽകേണ്ടി വരുന്നതാണ്. പിന്നെ നമുക്ക് പലപ്പോഴും വേദന സംഹാരികൾ, ഈ രോഗമുള്ള നായ്ക്കൾ പലപ്പോഴും നമ്മൾ ചെവിയിൽ തൊടുമ്പോൾ അവ മൂളി ഞരങ്ങി കരയാറുണ്ട്. അതായത് വേദന അവയ്ക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അവസ്ഥകളിൽ പലപ്പോഴും നമ്മൾക്ക് വേദന സംഹാരികൾ കൂടി നമുക്ക് ഓറലി, അതായത് മരുന്ന് രൂപത്തിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ സിറപ്പ് രൂപത്തിൽ നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ ചെവിയിൽ ഒഴിക്കുന്ന ഇയർ ഡ്രോപ്സും ഇത്തരത്തിലുള്ള വേദന കുറയ്ക്കുന്ന ലിഗ്നോക്കെയിൻ പോലുള്ള ലോക്കൽ അനസ്തെറ്റിക്സ് ചേർന്ന ഇയർ ഡ്രോപ്സ് കൂടി പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു രോഗലക്ഷണം കണ്ടാൽ നാം അത് അധികം സമയം വൈകാതെ തന്നെ ഒരു വെറ്റിനറിയൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും നമ്മുടെ നായകൾക്ക് നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ചിലപ്പോൾ മിഡിൽ ഇയറിലേക്കും ഇന്നർ ഇയറിലേക്കുമൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ഒരു പക്ഷേ അതിൻ്റെ ഹിയറിങ്ങിനെ തന്നെ ദോഷകരമായി ബാധിക്കാനും അതിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓരോ പെറ്റ് ഓണേഴ്സും ഓർത്തിരിക്കണം. ഇനി ഇതൊക്കെ വരാതിരിക്കാനായി ചില പ്രിക്കോഷൻസ് നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഒന്നാമതായി നാം ചെയ്യേണ്ട ഒരു കാര്യം, ഇത് കൂടുതലും ഹെയറി ബ്രീഡ്സ്, വലിയ ചെവി, നീളത്തിലുള്ള ചെവി അല്ലെങ്കിൽ വളരെ തൂങ്ങിക്കിടക്കുന്ന ചെവിയുള്ള ഹെയറി ബ്രീഡ്സിലാണ് കൂടുതലായും ഇത്തരത്തിലുള്ള ഇയർ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. കോക്കർ സ്പാനിയൽ, ബീഗിൾ, ഷിറ്റ്സു, പൂഡിൽ, ലാബ്രഡോർ ഇവയിലൊക്കെ ഇത്തരത്തിലുള്ള ജർമ്മൻ ഷെപ്പേർഡ് ഇവയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇയർ ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇയറിലുള്ള രോമങ്ങൾ ട്രിം ചെയ്ത് കളയുന്നത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും ഇൻഫെക്ഷൻ വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി നമുക്കതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ നായ്ക്കളെ കുളിപ്പിക്കുമ്പോൾ ചെവിക്കകത്ത് വെള്ളം കയറാതെ ഒരു കോട്ടൺ വെച്ച് പ്ലഗ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അമിതമായ ഈർപ്പം പലപ്പോഴും ഇത്തരത്തിൽ ചെവിക്കുള്ളിലേക്ക് കടന്നു കയറുന്ന വെള്ളം, ഈർപ്പം തുടങ്ങിയവ ഇത്തരത്തിലുള്ള അണുബാധയിലേക്ക് പലപ്പോഴും നയിക്കാറുണ്ട്. അതുകൊണ്ട് കുളിപ്പിക്കുമ്പോൾ അതുപോലെ ആനിമൽ നീന്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെവിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഒരു കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് ചെവി ഒന്ന് പ്ലഗ് ചെയ്യേണ്ടതാണ്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ ബോഡീസ് ആയ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ചെവിക്കുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി അതിനു വേണ്ട ചികിത്സ നൽകുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഹെയർ ട്രിമ്മിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിലൊരിക്കൽ നമ്മളൊന്ന് ചെവി ഒന്ന് പരിശോധിച്ച് ഇയർ വാക്സോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇയർ ക്ലെൻസർ ഉപയോഗിച്ച് ചെവി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും ഇയർ ബഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജും വാക്സുമൊക്കെ കൂടുതൽ ഉള്ളിലേക്ക് പോകുകയാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് ഇയർ ബഡ്സ് ഉപയോഗിക്കാതെ അതിന് പകരം വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് ചെവിയുടെ അകഭാഗം ആഴ്ചയിലൊരിക്കൽ തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പൊന്നോമന നായ്ക്ക് ഇയർ ഇൻഫെക്ഷൻ എന്ന ഒരു രോഗം മൂലം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്കിഷ്ടമുള്ള മറ്റൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.